ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സംസ്കൃതിയിലേക്ക് സ്വാഗതം. UGC നെറ്റ് എക്സാമിനേഷന്റെ ഡേറ്റ് എല്ലാവരും തന്നെ അറിഞ്ഞിട്ടുണ്ടാവും. ഹോൾ ടിക്കറ്റുമായി ബന്ധപ്പെട്ടിട്ട് പുതിയൊരു അപ്ഡേഷൻ NTA ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. അതിന്റെ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത്. അതിനു പുറമെ ഒരുപാട് ആളുകൾ നോട്ടിനായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. പ്രോപ്പറായ രീതിയിലേ അല്ല മെസ്സേജ് അയക്കുന്നത്. അപ്പൊ അതിന്റെ കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് പരിശോധിക്കാം. കാരണം ഇത് പറയാതിരിക്കാൻ വയ്യ. ഒരുപാട് ആളുകൾ ഡെയിലി മെസ്സേജ് അയക്കുന്നുണ്ട്. ഓരോരുത്തരോടും നമുക്ക് മറുപടി പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു വീഡിയോ അതിനായിട്ട് ചെയ്യണം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ കൂടെ ഒരുമിച്ച് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ തയ്യാറാക്കുന്നത്. അപ്പോൾ നോട്ടുകൾ ഓൾറെഡി ലഭിച്ച ആളുകൾ രണ്ടാമത്തെ ഭാഗം കാണണമെന്നില്ല. ഹോൾ ടിക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യം കണ്ട് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയുടെ വിഷയങ്ങളിലേക്ക് കടക്കാം. പ്രധാനപ്പെട്ട 10 മാർഗനിർദ്ദേശങ്ങളാണ് NTA പുതിയ നോട്ടീസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. NTA നടത്തുന്ന നെറ്റ് എക്സാമിന്റെ കാര്യത്തിൽ മാത്രമല്ല, NTAയുടെ മറ്റ് പരീക്ഷകൾക്കും ഈ ഒരു കോവിഡ് മാനദണ്ഡങ്ങൾ ബാധകമാണ്. ഇവിടെ മൊത്തം കാര്യത്തിന്റെ നോട്ടീസിന്റെ മൊത്തമായി വിശദീകരിക്കുന്നില്ല. മൊത്തം കാര്യത്തിന്റെ ഒരു ബ്രീഫായിട്ട് പറയാം. നമ്മളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ നമുക്ക് എടുത്തു പറയാം. ഈ നോട്ടീസിന്റെ ലിങ്കും മറ്റെല്ലാ വിവരങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് വായിച്ചു മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ശരിയായ രീതിയിൽ പരീക്ഷ നടത്തേണ്ടത് ഒരു പരീക്ഷാ ഏജൻസിയുടെ ചുമതല തന്നെയാണ്. അതിനാലാണ് NTA COVID-19 മാർഗനിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിനു മുൻപൊരു കാര്യം വ്യക്തമായിട്ട് പറയാം. പരീക്ഷയുടെ കാര്യത്തിൽ 100% തീരുമാനമായിട്ടുണ്ട്. ഹോൾ ടിക്കറ്റിന്റെ മാർഗനിർദ്ദേശങ്ങളാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പരീക്ഷ നീട്ടാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളത് ആരും ചോദിക്കേണ്ടതില്ല. നീട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പൊ എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുൻകരുതലുകളാണ് ഇപ്പോൾ ഈ നോട്ടീസുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയിരിക്കുന്നത്. 10 കാര്യങ്ങളാണ് മെയിനായിട്ട് NTA പറയുന്നത്. നോട്ടീസിൽ ആദ്യം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. നമുക്ക് ഈ അഡ്മിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട ചേഞ്ച് മാത്രം മെയിനായിട്ട് പരിശോധിക്കാം. ഹോൾ ടിക്കറ്റിൽ വന്നിരിക്കുന്ന അല്ലെങ്കിൽ ഹോൾ ടിക്കറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് സാമൂഹികമായ അകലം, അതായത് സോഷ്യൽ ഡിസ്റ്റൻസിങ് ഏതൊക്കെ രീതിയിൽ പാലിക്കണം, COVID-19 ബന്ധപ്പെട്ടിട്ടുള്ള നമ്മൾ പാലിക്കേണ്ട സാമൂഹിക അകലങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അത് അതിന്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും എന്ന് NTA പറയുന്നുണ്ട്. അതുപോലെ തന്നെ സ്ലോട്ട് ടൈം ചെയ്യണം. അതായത് നിങ്ങൾ എപ്പോഴാണ് പരീക്ഷകളിലേക്ക് എത്തേണ്ടത്, ഏത് സമയത്താണ് നിങ്ങളുടെ നമ്പർ വരുന്നത്, ഏത് സമയത്താണ് നിങ്ങൾ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും അതുപോലെ തന്നെ ഫോട്ടോ വെരിഫിക്കേഷനും നിൽക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അത് പാലിച്ചിരിക്കണം എന്നുള്ളതാണ്. ഇതിൽ വേറൊരു നോട്ടീസിൽ NTA പറയുന്നത് ഈ ഹോൾ ടിക്കറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പാലിക്കാത്ത ആളുകൾ നിയമ നടപടികൾ നേരിടേണ്ടി വരും എന്ന് കൃത്യമായി NTA പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഹോൾ ടിക്കറ്റിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് എക്സാമിനേഷൻ സെന്ററിലേക്ക് നിങ്ങൾ കൊണ്ടുവരേണ്ടത് എന്നുള്ള കാര്യത്തിനെ പറ്റിയിട്ട് അതിന്റെ ലിസ്റ്റ് ഹോൾ ടിക്കറ്റിന്റെ കൂടെ ഉണ്ടാവും. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഹൈപ്പർ ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ്. ലൊക്കേഷൻ, നിങ്ങളുടെ പരീക്ഷാ സെന്ററിന്റെ ലൊക്കേഷൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് ആരോടും ചോദിക്കാതെ തന്നെ ഒരു എൻക്വയറിയും ഇല്ലാതെ തന്നെ അവിടത്തേക്ക് എത്താനുമുള്ള സാധ്യത ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. 2 കാര്യങ്ങളാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പോകുന്ന ലൊക്കേഷനിലെ സ്ഥിതിഗതികൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം. 2, നിങ്ങൾക്ക് ആരോടും ചോദിക്കാതെ തന്നെ ആ ലൊക്കേഷനിലേക്ക് പോകാനും സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് NTA പറഞ്ഞിരിക്കുന്നത്. സെന്ററിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ PWD കാൻഡിഡേറ്റിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് കൂടെ വരുന്ന ആളുകളും ഈ മാർഗനിർദ്ദേശങ്ങളെല്ലാം തന്നെ പാലിക്കണമെന്ന് കർശനമായിട്ട് പറയുന്നുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ നോട്ടീസിൽ വായിച്ച് മനസ്സിലാക്കുക. ഇത് നമ്മുടെ നെറ്റ് എക്സാമിന് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു പ്രോട്ടോകോൾ അല്ല. NTA നടത്തുന്ന എല്ലാ എക്സാമിനേഷനും ഇത് ബാധകമാണ്. അഡ്മിറ്റ് കാർഡ് വന്നു കഴിഞ്ഞാൽ അഡ്മിറ്റ് കാർഡിൽ വരുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ പരീക്ഷയ്ക്ക് പോകാൻ പാടുള്ളൂ. അതൊക്കെ അറിഞ്ഞിരിക്കണം. അതൊക്കെ നിങ്ങൾ വായിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു മുൻകരുതലായി നോട്ടീസ് NTA പുറത്തിറക്കിയിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് അഡ്മിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട് NTA വരുത്തിയിരിക്കുന്ന മാറ്റങ്ങൾ. COVID-19 മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണം എന്ന കർശനമായ നിർദ്ദേശം NTAയുടെ ഭാഗത്തു നിന്നുണ്ട്. ബാക്കി കാര്യങ്ങൾ അഡ്മിറ്റ് കാർഡ് വന്നതിന് ശേഷം നമുക്ക് പരിശോധിക്കാം. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നോട്ടുകൾ ലഭിക്കാത്ത ആളുകൾ ഈ പറയുന്ന കാര്യം പൂർണ്ണമായിട്ട് കാണുക. എന്നതിന് ശേഷം മാത്രം ഞങ്ങൾക്ക് മെസ്സേജ് അയക്കുക. UGC നെറ്റ് ജനറൽ പേപ്പറിന്റെ എല്ലാ ടോപ്പിക്കുകളുടെയും നോട്ടുകൾ, ഷുവർ ഷോട്ട് നോട്ടുകൾ ഞങ്ങൾ സൗജന്യമായിട്ട് നൽകി വരുന്നുണ്ട്. ആ നോട്ടുകൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ലഭിക്കുക എന്നുള്ളത് ഓരോ ടോപ്പിക്കിന്റെയും വീഡിയോ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ടോപ്പിക്കുകളുടെ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിന് ശേഷം അതിലെ കാര്യങ്ങൾ മനസ്സിലാക്കി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പറഞ്ഞത് പ്രകാരം നിങ്ങൾ PDF ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തോ ഞങ്ങൾക്ക് മെസ്സേജ് അയക്കുക. തുടർന്ന് നിങ്ങൾക്ക് ആ PDF ഉപയോഗിക്കേണ്ട പാസ്വേഡ് ലഭിക്കുന്നതായിരിക്കും. എക്സാം ഡേറ്റ് വന്നതിന് ശേഷം ഞങ്ങൾക്ക് വരുന്ന മെസ്സേജുകൾ കണ്ടാൽ മനസ്സിലാകും ആരും തന്നെ വീഡിയോ കണ്ടിട്ടല്ല മെസ്സേജ് അയക്കുന്നത്. എല്ലാവരും വീഡിയോ കാണാതെ കാര്യങ്ങൾ അറിയാതെയാണ്
നെറ്റിന്റെ ജനറൽ പേപ്പർ എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുന്നത്. ഞങ്ങളൊരു ഫോർമാറ്റ് പറഞ്ഞിട്ടുണ്ട്, ആ ഒരു ഫോർമാറ്റിൽ തന്നെ മെസ്സേജ് അയക്കുക. ഞങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ജനറൽ പേപ്പറുമായി ബന്ധപ്പെട്ടിട്ട് ഇത്രയും വർഷത്തെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളും നോട്ടുകളും വേറെ ഒരിടത്തുനിന്നും നിങ്ങൾക്ക് ഇത്ര സൗജന്യമായിട്ട് ലഭിക്കില്ല. ഓരോ ടോപ്പിക്കിന്റെ നോട്ടുകളും അതിന്റെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളും കൃത്യമായിട്ട് നിങ്ങൾക്ക് ഞങ്ങളിലൂടെ ലഭിക്കുന്നുണ്ട്. അതിന് പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ഓരോ ടോപ്പിക്കിന്റെയും വീഡിയോസ് പൂർണ്ണമായിട്ട് കണ്ടതിന് ശേഷം മാത്രം മെസ്സേജ് അയക്കുക. ഒരു വീഡിയോ എന്ന് പറയുന്നത് മാക്സിമം 11 മിനിറ്റ് ആണ്. തിയറിറ്റിക്കൽ ടോപ്പിക് എന്ന് പറയുന്നത് 7ഓളം സബ്ജക്റ്റുകളാണ്. 1 മണിക്കൂർ 10 മിനിറ്റിൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും കണ്ട് കഴിഞ്ഞതിന്റെ നോട്ടുകൾ കളക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ എല്ലാം തന്നെ നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലിലും ലഭ്യമാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിൽ മറ്റ് നോട്ടുകളും പ്രാക്ടിക്കൽ ചോദ്യങ്ങളും അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ജോലി ഒഴിവുകളുടെ കാര്യങ്ങളും അപ്ഡേഷൻസും അതിന്റെ ലിങ്കൊക്കെ നിങ്ങൾക്ക് അവിടെ ലഭിക്കും. ഞങ്ങൾ ചെയ്യുന്ന വീഡിയോയുടെ ഡയറക്റ്റ് ലിങ്കും നിങ്ങൾക്ക് അവിടെ ലഭിക്കും. ഇത്രയും കാര്യങ്ങളിലൂടെ നോട്ട് നൽകിയിട്ടും പ്രോപ്പറായ രീതിയിൽ നിങ്ങൾക്ക് ലഭിക്കാത്തത് ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട വീഡിയോ മുഴുവനായിട്ട് കാണാത്തത് കൊണ്ട് മാത്രമാണ്. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് എങ്ങനെ ക്രാക്ക് ചെയ്യാൻ പറ്റുമോ ആ ഒരു രീതിയിലാണ് ജനറൽ പേപ്പറിന്റെ എല്ലാ നോട്ടുകളും തയ്യാറാക്കിയിരിക്കുന്നത്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഓരോ ടോപ്പിക്കിന്റെയും നോട്ടുകൾ എങ്ങനെ ലഭിക്കുമെന്നതിന്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ നേരത്തെ പറഞ്ഞ NTA ഭാഗത്ത് വന്ന നോട്ടീസും അതുപോലെ തന്നെ ജനറൽ പേപ്പറിന്റെ ഓരോ വിഷയത്തിന്റെ നോട്ടുകൾ എവിടെ ലഭിക്കും എന്നുള്ളതും കൃത്യമായി അറിയാൻ കഴിയും. ഈ വീഡിയോ എങ്കിലും നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിന് ശേഷം മാത്രം ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളുടെ ബാക്കി ഭാഗങ്ങളാണ് ലിങ്കിൽ കൊടുത്തിട്ടുണ്ടാവുക. പൂർണ്ണമായി കാര്യങ്ങൾ മനസ്സിലാക്കാതെ ദയവ് ചെയ്ത് മെസ്സേജ് അയക്കാതിരിക്കുക. ജനറൽ പേപ്പറിന്റെയും മറ്റ് മെയിൻ ടോപ്പിക്കുകളുടെയും നോട്ടുകൾ നിങ്ങൾക്ക് ആ ലിങ്കിൽ പരിശോധിച്ചാൽ ലഭ്യമാകും. കൃത്യമായി വീഡിയോ കേൾക്കുക, എന്നതിന് ശേഷം മാത്രം മെസ്സേജ് അയക്കുക. ഏകദേശം 1.5 വർഷത്തിലേറെയായി ഞങ്ങൾ നോട്ടുകൾ നൽകി വരുന്നു. അപ്പോൾ ദയവ് ചെയ്ത് വീഡിയോ കണ്ടതിന് ശേഷം മാത്രം മെസ്സേജ് അയക്കുക. ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് പുതിയ അപ്ഡേഷൻ അറിയാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാമെന്ന വിശ്വാസത്തോടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.